എല്ലാ പ്രേക്ഷകർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ ബ്രഹ്മാണ്ഡ ചിത്രം എമ്പുരാൻ വിജയകരമായിട്ട് ആദ്യ ദിവസം പിന്നിട്ടുകൊണ്ട് ഇന്ന് രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലെ മാത്രം ബുക്ക് മൈഷോയിലൂടെ വിറ്റുപോയത് ഏകദേശം 3,78,000 പരം ടിക്കറ്റുകളാണ്. ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ പിന്നിടുന്ന എമ്പുരാൻ സിനിമയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രീ ട്രാക്കിംഗ് കളക്ഷൻ അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ നിന്നും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 7,000 സബ്സ്ക്രൈബേഴ്സ് തികയുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിവസവും രണ്ടാം ദിവസവും റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് ലാലേട്ടന്റെ എമ്പുരാൻ കുതിക്കുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ ട്രാക്കിംഗ് കളക്ഷനുകൾ പുറത്തു വന്നപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ഇന്നലെ മാത്രം ട്രാക്ക് ചെയ്തിരിക്കുന്നത് 3,501 ഷോകളാണ്. ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 7,73,000 പരം പ്രേക്ഷകരെയാണ്. ഓരോ തിയേറ്ററിലെയും ഓരോ സ്ക്രീനിലെയും ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി എന്ന് പറയുന്നത് 87%. ആ ഒരു വൻപൻ ഒക്യുപ്പൻസിയിൽ ഇന്നലെ മാത്രം 1,003 ഹൗസ്ഫുൾ ഷോകളാണ് ചിത്രം കളിച്ചത്. ഏകദേശം 946 ഓൾമോസ്റ്റ് ഫിൽ ഷോകളും 2,820 ഫാസ്റ്റ് ഫിലിം ഷോകളും എമ്പുരാൻ കളിച്ചിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ. ചിത്രത്തിന്റെ ആദ്യ ദിവസം മാത്രം ഫൈനൽ ട്രാക്കിംഗ് കളക്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത് 12,83,00,000 രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രത്തിന് ട്രാക്കിംഗിലൂടെ ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ചിത്രത്തിന് ആദ്യ ദിവസം എന്തായാലും 15 കോടിക്ക് മുകളിലുള്ള ഒരു കേരള കളക്ഷനാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ ആഗോള കളക്ഷൻ എന്തായാലും 65 കോടിക്ക് മുകളിലുണ്ടാകുമെന്നാണ് പ്രമുഖ ട്രാക്കിംഗ് വെബ്സൈറ്റുകളെല്ലാം പ്രവചിച്ചിരിക്കുന്നത്. എമ്പുരാന്റെ രണ്ടാം ദിവസമായ ഇന്നും ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ ഉൾപ്പെടെ റെക്കോർഡ് ബുക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു അപ്ഡേറ്റ് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.